നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇത് ഞാനൊരു പ്രത്യേക കാര്യം കാണിക്കാനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യണത്. അതായത് നമ്മുടെ തൃശ്ശൂർ ശക്തൻ തമ്പുരാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. അതായത് പണ്ട് നമ്മുടെ അവിടെ 2 ബസ് സ്റ്റാൻഡും, ഒന്ന് വടക്കേ ബസ് സ്റ്റാൻഡും ഒന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ നമ്മുടെ ഇവിടെ മാർപ്പാപ്പ വന്ന സമയത്ത് തൃശ്ശൂർ ഒന്നുകൂടി ഒരുങ്ങി മാർപ്പാപ്പയെ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ വലിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി. അതാണ് ഇപ്പോഴത്തെ പ്രസിദ്ധമായ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ബസ്സുകളും അവിടെ ചെന്ന് ചേരും. അവിടെ നിന്ന് അങ്ങനെ ഗുരുവായ സ്ഥലങ്ങളിലേക്കും പോകാനുള്ള ബസ്സൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ബസ് വരുമ്പോൾ ഒരുപാട് ബസ്സുകൾ ഉണ്ടാവുമല്ലോ. ആ ബസ്സുകളൊക്കെ അവിടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഭയങ്കര റഷാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനങ്ങൾക്ക് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവിടെ തന്നെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കുള്ളത് കാരണം കൊണ്ട് ആൾക്കാർക്ക്, കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ ഭയങ്കര അപകടമാണ്. പ്രത്യേകിച്ച് രാത്രിക്കാണെങ്കിൽ അപകടം ഉറപ്പാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആകാശപാത പണിതിട്ട് നമ്മൾ തൃശ്ശൂർ എത്തുമ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ചുറ്റും റൗണ്ടായിട്ട് ഇങ്ങനെ നല്ലൊരു ആകാശപാത കാണാറുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് അതിനുള്ളിലൊന്ന് കയറിയാലോ എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ രാത്രിയായിരുന്നു. തിരിച്ചു വരുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒന്ന് കയറിയാലോ എന്ന് പറഞ്ഞപ്പോൾ ജോലി പറഞ്ഞു ശരി കയറാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഞാനും രാജേട്ടനും ശ്രീനന്ദയും കൂടിയിട്ട് മുകളിൽ കയറി അത് കണ്ടു. അടിപൊളിയാട്ടാ, കാണും കേട്ടോ. ഭയങ്കര രസമാണ്. രാത്രി ആയതുകൊണ്ടേ ടൗണിലുണ്ടാവുന്ന ലൈറ്റുകളൊക്കെ ഇല്ലേ, അതൊന്ന് കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടന്നു കാണാട്ടോ. നോക്കാം, വരൂ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ആകാശപാത. തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള അതിമനോഹരമായ ഒരു ആകാശപാത. ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന അനേകം ബസ്സുകൾ ഇവിടെ എത്തുമ്പോൾ, ബസ്സുകളും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ എത്തുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് യാത്രക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആകാശപാതയാണ് ഇത്. ശക്തൻ ബസ് സ്റ്റാൻഡ്, മത്സ്യ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്, ശക്തൻ നഗർ മൈതാനം എന്നീ പ്രധാന റോഡുകളുമായിട്ട് ഇത് സംഗമിക്കുന്നു. ഇതിൻ്റെ ഹൈറ്റ് റോഡിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലാണ്. വൃത്താകൃതിയാണെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇത് കയറാനായിട്ട് സ്റ്റെപ്പുകളും ഉണ്ട്, ലിഫ്റ്റും ഉണ്ട്. 4 കവാടങ്ങളാണ് ഉള്ളത്. 4 കവാടങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ശക്തൻ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ മത്സ്യ മാർക്കറ്റിൽ നിന്നും പച്ചക്കറി മാർക്കറ്റിൽ നിന്നും ശക്തൻ നഗർ മൈതാനത്തിൽ നിന്നുമാണ്. CCTV ക്യാമറ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയാണ്. പിന്നെ ചൂട് അനുഭവപ്പെടില്ല, നല്ല AC ആണ്. ഈ AC-യിലേക്ക് ആവശ്യമുള്ള കറണ്ട് കിട്ടുന്നത് സോളാറിലൂടെയാണ്. സോളാർ പാനൽ ഇതിന് മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പുത്തമ്പള്ളി കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ കാണുന്നതല്ലേ പുത്തമ്പള്ളി. ഇവിടെ ചന്തയല്ലേ, മാർക്കറ്റ് അടച്ചു. നിക്ക് സുന്ദരി. ഇതാണ് ലിഫ്റ്റ് അല്ലേ? ഓക്കെ, ലെഫ്റ്റിൽ കൂടെ പോവാ അല്ലേ? ഹായ്, എന്താണ്
അശോക ഇൻ. ഇതിൻ്റെ വീതി, ഈ പാതയുടെ വീതി 3 മീറ്ററാണ്. അതുപോലെ ഒരു ചുറ്റളവ്, ഒന്ന് ചുറ്റി കറങ്ങി വരണമെങ്കിൽ എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ 280 മീറ്റർ ചുറ്റളവാണ്. ഇത് ആദ്യമായിട്ട് തുറന്നത്, കാൽനട യാത്രക്കാർക്ക് തുറന്നു കൊടുത്തത് 2023 ആഗസ്റ്റിലാണ്. പക്ഷേ അത് കുറച്ചുകൂടി പരിഷ്കരിച്ചത് പിന്നീടാണ് കേട്ടോ. ഇപ്പോൾ വളരെ സേഫ്റ്റിയാണ് കേട്ടോ, നല്ല സുഖമാണ്. നമുക്ക് സുഖമായിട്ട് അതിൽ കൂടെ നടന്നങ്ങനെ പോവാം. രാത്രിയാണെങ്കിൽ കണ്ണഞ്ചിക്കുന്ന വൈദ്യുതി വിളക്കുകളും അതുപോലെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നടക്കാൻ പറ്റും. പകലാണെങ്കിലും സുഖം തന്നെ, കാരണം AC ആണല്ലോ. ഫ്രണ്ട്സ് ഒരുമിച്ച് നടക്കാനും വർത്തമാനങ്ങൾ പറയുകയാണെങ്കിലോ എങ്ങനെ വേണമെങ്കിലും നടക്കാട്ടോ. നമുക്ക് പോയി നോക്കാം അല്ലേ. ഇത് AC ആണല്ലേ, പക്ഷെ ഇപ്പം AC ഇട്ടിട്ടില്ല. സ്ഥലം ഉണ്ടെന്നറിയാം, ദൂരം. നമ്മൾ കയറിയത് എത്രാമത്തെ ഡോറാ അതറിയോ? ഫിഷ് മാർക്കറ്റ്. യൂസ് ഡസ്റ്റ്ബിൻസ്. ചുമരിൽ എഴുതരുത്. ഇയാൾ എവിടെ ഫിഷ് മാർക്കറ്റ് എഴുതിയിട്ടുണ്ടല്ലോ. ഡു നോട്ട് സ്റ്റാൻഡ് അണ്ടർ എയർ കർട്ടൻസ്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് അല്ലേ, ഒരു ലിഫ്റ്റ്. ഓഹോ, ഫുള്ള് ഗ്ലാസ്സാല്ലേ. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ആ വഴിയൊക്കെ എവിടേക്കുള്ളതാ? 2 വഴിയുണ്ട് അവിടെ. ഒന്ന് പറഞ്ഞത് ഒന്ന് പോകണം. അതെ അല്ലേ. ഇവിടെ അത്ര നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, അപ്പോൾ ആൾക്കാരൊന്ന് സൂക്ഷിച്ചോളൂ അല്ലേ. ധൂമപാൻ കർണ ബനഹേ. പുകവലി പാടില്ല. തങ്ങി നിൽക്കാത്ത അവിടെ അങ്ങനെ നിൽക്കാൻ അർത്ഥം. ഡു നോട്ട് സ്റ്റെപ്പ് ഓൺ ഹാൻഡ് റെയിൽസ്. ഏത്? അശോകനിൻ്റെ മുന്നിലൂടെ. നോ സ്മോക്കിംഗ്. ഇതിമ്മ കയറുന്ന പറഞ്ഞിട്ടാ. എവിടെ? ദാസ്. ഓ അത് ശരി. സുന്ദരി കേട്ടാ. സുധീര സുന്ദരി ഒപ്പം നിൽക്കും മോളെ. പൂവല്ലേ. എഴുതരുത്. ക്യാമറ എഴുതില്ല അല്ലേ. എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പഞ്ചാര നമ്മൾ വന്ന സ്ഥലം എവിടെ നിന്ന് പറയാൻ പറ്റുമോ? മതി, ഓർമ്മയിലുണ്ടായാൽ മതി. അതിന് വെള്ളം ഉണ്ടല്ലേ ചേട്ടാ? അതിന് വെള്ളം ഉണ്ടല്ലേ?
ഇന്ന് മഴ പെയ്യുന്നൊക്കെ പറയണ്ടേ. ഇന്നലെ രാവിലെ എണീറ്റപ്പോഴേ ഇവിടെ നമ്മളിറങ്ങിയത് കയറിയത് ഇന്ന് രാവിലെ. ഇന്ന് മഴ പെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഏയ് രാത്രിയല്ലേ. ഇവിടെ ഫ്രൂട്ട് സ്റ്റാൾ അടിയിരിക്കും ബോബോ ബോബോ. ഇവിടെ കാറുകൂടെ ഉണ്ടോ എവിടെയെങ്കിലും? കാറാ? സ്ഥലമായിട്ടില്ല. ഓട്ടോ സ്റ്റാൻഡ് ആയിട്ട് നല്ല നമ്മൾ കയറിയത്. നമ്മുടെ കാർ ഇതാ കിടക്കണോ? ഏ വഴിയുടെ അവിടെ കിടണം. അപ്പോൾ ഓണായിട്ട് കിടക്കാൻ ലൈറ്റ് കത്തണില്ലേ? ലൈറ്റ് കത്തണില്ലേ? ആ അമ്മ നമ്മൾ മൂന്നാളും കൂടി എന്നിട്ട് ഒരു ഇത് പിടിക്കട്ടെ കേട്ടോ. ഇങ്ങനെ തന്നെ. ഓക്കെ, ഇഷ്ടായില്ലേ? തുപ്പരുത്. അയാള് ഫ്രഞ്ചിലിരിക്കുന്നായിരുന്നു. ഇവിടെ നോക്കി ആൾക്കാരെ കാണാം. നമുക്ക് നോക്കാം. ഇവിടെ ഒരു എൻട്രൻസ്. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് അവിടെ. യൂസ് ഡസ്റ്റ്ബിൻസ്. കൈവരിയിൽ കയറരുത്. ഇപ്പം കയറിയാൽ ഇപ്പോൾ താഴത്തേക്ക് ചില്ലുടഞ്ഞാലേ താഴത്തേക്ക് കിടക്കും. എത്ര പെട്ടെന്ന് നമ്മൾ എത്തി ഇവിടെ. ചേട്ടാ അവിടെ ദാസ് കോണ്ടിനൻസ് ദാസ് അവിടെ. നിക്ക് ചേട്ടാ അവിടെ നിൽക്കോ. നീ ഫോട്ടോ എടുക്കട്ടെ. നന്നായിണ്ടല്ലോ അത്. അടിപൊളിയില്ലേ? ആൾക്കാർക്ക് നമ്മുടെ സ്ഥലമായോ ഇവിടെ? ചേട്ടാ ഇവിടെ നോക്കൂ. ഇവിടെ എയർ കട്ടൻ്റെ അടിയിൽ നിൽക്കരുത്. ലിഫ്റ്റ് വന്നു. താഴത്തേക്കല്ലേ നമ്മൾ പോവാ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ജി അടിക്കണ്ടേ? അടിച്ചോ നോക്കാട്ടെ. എവിടെ ജോലി നിൽക്കണോ? ആൾക്കാർ തന്നെ ഏട്ടാ.
ഉടുടൂ. വീഡിയോ എടുക്കാം നല്ലല്ലേ അതിവിടെയുണ്ട്. ഏ ചേട്ടാ നന്നല്ലേ? സ്റ്റെപ്പ് കയറാം, സ്റ്റെപ്പ് ഇറങ്ങാം. പക്ഷെ ഇത് കാണാൻ ചേട്ടാ ഇങ്ങനെ കാണാൻ ഏറ്റവും രസം അല്ലേ? സ്കൈ വാക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ. ഏ ആ ആ സീഡ